ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കയ്യിലെ മൊബൈലിൽ ഓരോ രംഗത്ത് തോണ്ടി സമയം തീർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ച് ജയിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ട് പ്രബലമായ രാജ്യങ്ങൾ ഇസ്രായേൽ, ഇറാൻ. പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുകയും GCC രാഷ്ട്രങ്ങളെ അത് വളരെയേറെ ബാധിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടം നമ്മൾ അതിലായിരുന്നു. പെരുന്നാളിന്റെ നോമ്പിന് പോലും സ്വന്തമായി തെറ്റുകൾ തിരുത്താനോ ചിന്തിക്കാനോ ഒന്നും സമയമുണ്ടായില്ല. ചാനലുകൾ, വാർത്തകളിലായിരുന്നു നമ്മൾ. ഇറാൻ അങ്ങനെ അവിടെ ചെയ്തു, ഇസ്രായേൽ ഇങ്ങനെ ചെയ്തു, അവിടെ എത്ര കുട്ടികൾ ഒക്കെ ശരിയാണ്. അതിനുശേഷം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്റ്റേറ്റിൽ ഇലക്ഷൻ വന്നു. സജീവമായ അതിന്റെ വാർത്തകളിലും ചർച്ചകളിലും ട്രോളുകളിലും അഭിപ്രായ ഭിന്നതകളിലും സംഘർഷങ്ങളിലുമായി നമ്മൾ കഴിഞ്ഞുകൂടി. പിന്നെ നീണ്ട ഒരു കാത്തിരിപ്പ് ഇലക്ഷന്റെ റിസൾട്ട് വരാൻ. റിസൾട്ട് വന്നു. ഇന്നലെ വരെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചർച്ചകളായി. നമ്മൾ ആരും അത് വിചാരിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ലോകത്ത് വരുന്നത് എന്ന അഭിപ്രായം എനിക്കില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഒരു കാലയളവ് ഇങ്ങനെയായി. കുറെ സിനിമാ ലോകം അത് ചർച്ച ചെയ്യുന്നു, ഇത് ചർച്ച ചെയ്യുന്നു, വാർത്തകളുടെ പിന്നാലെ പോകുന്നു, അതുപോലെ ട്രോളുകളുടെ പിന്നാലെ പോകുന്നു. ഗൗരവത്തിൽ സ്വന്തം ജീവിതത്തെ റീഡ് ചെയ്യാൻ പലർക്കും സാധ്യമാകാതെ പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച എത്ര പെട്ടെന്നാണ് ഈ വെള്ളിയാഴ്ചയിലേക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നാളെ ശനി എന്ന് പറയുമ്പോഴേ വെള്ളിയാഴ്ചയായി തീരുന്ന അത്ഭുതമാണ്. ലോകം അത്ര വേഗത്തിൽ പോവുകയാണ്. ഒരേ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, ആരാണ് മനുഷ്യൻ? ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ എന്ന സൃഷ്ടി ആരാണ്? ആ ചിന്തയില്ലെങ്കിൽ സംഭവിക്കാകുന്നത് എന്ത്? ആരാണ് മനുഷ്യൻ? ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലെ അനേക ജീവജാലങ്ങൾ ഇവിടെ ജീവിക്കുന്നു. അവയാരും സ്കൂളിൽ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ? 10-15 ദിവസം കഴിഞ്ഞ് സ്കൂൾ ഓപ്പണിംഗ് ആണ്. കുട്ടികൾക്ക് ബാഗ് വേണം, വെള്ളത്തിന് വേണ്ട പാത്രങ്ങൾ വേണം, ഫുഡ് കൊണ്ടുപോകാൻ ആവശ്യമായ സ്റ്റീൽ പാത്രങ്ങൾ വേണം, ഫൈബർ പാത്രങ്ങൾ വേണം, അതിനൊരു കിറ്റ് വേണം, ബാഗ് വേണം, നോട്ട് ബുക്ക് വേണം, ടെസ്റ്റ് വേണം, ബോക്സ് വേണം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം. കുട്ടികളെ സുരക്ഷിതമായി എത്തിക്കാൻ വാഹനം വേണം, മാസത്തിനൊരു ശമ്പളം വേണം, ഫീസ് വേണം, സ്കൂളുകളിൽ കൊടുക്കണം, ഇങ്ങനെ തുടങ്ങി. മനുഷ്യന് മാത്രം എന്തുകൊണ്ട് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നു, പാർപ്പിടങ്ങൾ ഉണ്ടാക്കുന്നു, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യങ്ങൾ ഉപയോഗിക്കുന്നു, ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്നു, അനേക ഗവേഷണ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നു. എല്ലാം മനുഷ്യന്റേതായ ഒരു പ്രത്യേകതയാണ്. എത്ര പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട് മനുഷ്യകുലം, എത്ര ആളുകൾ നമ്മൾ ചതിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുന്നുണ്ട്. പക്ഷെ അവരാരും കൃത്യമായ നീതിയുടെ തുലാസിൽ വെച്ച് അളക്കപ്പെടുകയോ അവർ ചെയ്ത പാപകർമ്മത്തിന്റെ ആഴമനുസരിച്ച് അവർക്ക് ശിക്ഷ ലഭിക്കുകയോ ചെയ്യുന്ന ഒരു ലോകം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത്, മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളെ പോലെ കാണുന്നത് അങ്ങേയറ്റത്തെ അപരാധമാണ്. ആ അപരാധം നമ്മൾ തുടരുന്ന കാലങ്ങൾ ഏറെയായി. മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു, മനുഷ്യന്റെ അവസ്ഥകൾ എന്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, മാതാവ്, പിതാവ്, മക്കള്, ഭാര്യ, കുട്ടികള്, കുടുംബങ്ങള്, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് ശരിക്കും അരക്കെട്ടുറപ്പിക്കേണ്ടതുണ്ട്. അത് മനുഷ്യകുലത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അമ്മയാണ്, അത് പെണ്ണാണ്, ഭാര്യ അതും പെണ്ണാണ്, മകൾ അത് പെണ്ണാണ്. പക്ഷെ 3 പേരോടുമുള്ള സമീപനം എൻറ്റർലി ഡിഫറൻസ് ആണ്. അമ്മയെ ചുംബിക്കുന്നു, ഒരിക്കലും നമുക്ക് കാമം തോന്നാറില്ല. മകളെ ചുംബിക്കുന്നു, നമുക്ക് കാമം തോന്നാറില്ല. കാമുകിയെ ചുംബിക്കുന്നു, നമുക്ക് കാമം തോന്നാറുണ്ട്. പക്ഷേ ആ കാമുകിക്കും ഭാര്യക്കും അതുപോലെ ഉമ്മാക്കും മകൾക്കും ഒരേ കവിൾ തന്നെയാണ്. ആ കവിളിൽ തന്നെ നമ്മുടെ ചുണ്ടുകൊണ്ടാണ് നമ്മൾ ഉമ്മ വെക്കുന്നത്. പക്ഷെ നമ്മുടെ ചുണ്ട് ഉമ്മാന്റെ കവിളിൽ തട്ടുമ്പോഴുള്ള മനുഷ്യന്റെ വൈകാരികത മാതൃബന്ധിതമായ മനുഷ്യനിലെ വികാരമാണ്. അതിൽ വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനൊരു സവിശേഷ സൃഷ്ടിയാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്ന് തെറ്റ് കോടതി വിധി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നത്. എന്തുകൊണ്ടാണ്? അതൊന്നും ജന്തുലോകത്തെ നിയന്ത്രിക്കാനല്ല, ഇവിടുത്തെ പക്ഷികളെയോ മൃഗാദികളെയോ നിയന്ത്രിക്കാനല്ല. മൃഗത്തെ പോലും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യാനാണത്. ഒരു പക്ഷിയോട് ക്രൂരത കാണിച്ചാൽ, പിടിക്കാൻ പാടില്ലാത്തൊരു ജീവിയെ നമ്മൾ പിടിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നത് മൃഗമല്ല, നമ്മളാണ്.
അല്ലെ? അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു പുലിനെ പിടിച്ചിട്ട് ജയിലിടോ, കൂട്ടിലിടും ചിലപ്പോ, അതിന് അക്രമവാസനമുണ്ട്. അതല്ലാതെ അതിന് ജീവപര്യന്തം തടസ്സം അങ്ങനൊന്നുമില്ല. ജന്തുലോകത്ത് അതൊന്നുമില്ല. അപ്പൊ ജന്തുക്കളെ പോലെ മരിച്ചു പിരിഞ്ഞാൽ അങ്ങനെ മണ്ണോട് മണ്ണ് ചേരുമെങ്കിൽ ഈ ജീവിതത്തിന് പിന്നെ എന്താ അർത്ഥമുള്ളത്? അത് ശരിക്കും നമ്മൾ ആലോചിക്കണം. ആരാണ് മനുഷ്യൻ? മനുഷ്യന്റെ ഒരാളുടെ ഗവേഷണം, അയാൾ മരിച്ചാലും സഹസ്രാബ്ദങ്ങൾ അതിന്റെ ഗുണം മാനവരാശി അനുഭവിക്കുന്നു. 1000 കൊല്ലം ഗുണമുള്ള ഒരു കാര്യം കണ്ടെത്തിയ ഒരാള്, അയാൾ അതിന്റെ പിറ്റേന്നോ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം, മരിച്ചു പോയിട്ടുണ്ടാവാം, ആക്സിഡന്റ് മരിച്ചിട്ടുണ്ടാവാം. ഈ 1000 കൊല്ലത്തെ ഗുണത്തിന് അതിനനുസരിച്ച് തത്തുല്യമായ പ്രതിഫലം അയാൾ ചെയ്ത പ്രവർത്തനം കിട്ടുന്നുണ്ടോ? ഇല്ല എന്ന് സിമ്പിൾ. ഏത് യുക്തിവാദിക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരാൾ വളരെ ക്രൂരമായ കാര്യം ചെയ്തു, അതിന്റെ അനന്തരഫലം ഇന്നും തുടരുന്നു. ഉദാഹരണം, ലിറ്റിൽ ബോയ് ട്രൂമാന്റെ നേതൃത്വത്തിൽ അമേരിക്ക നമ്മുടെ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് കൊണ്ടുപോയി തുപ്പി. അതിന്റെ അനന്തരഫലം ഇന്നും തുടരുകയാണ്. അപ്പൊ ആ വ്യക്തിക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടിയോ? ഹിബാക്കുഷകൾ എന്ന പേരിൽ 3,70,000 വരുന്ന പിള്ളേര്, കൈകാലുകളില്ലാത്ത മുച്ചിറിയന്മാരായ മന്ദബുദ്ധികളായ ആളുകൾ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്, ജപ്പാനിലുണ്ട്. ആരാണ് ആ പാപം ചെയ്തത്? അമേരിക്കയുടെ നേതൃത്വത്തിലാണ്. വെറുതെ സുഖത്തിന് വേണ്ടി ചെയ്തതാണ്, പരീക്ഷണമാണ്. പക്ഷെ നശിച്ചുപോയത് മനുഷ്യരാണ്. അപ്പൊ ഇവർക്കൊക്കെ 160 കുട്ടികളെ കൊല്ലുന്നു, അല്ലെങ്കിൽ 1000കണക്കിന് കുട്ടികളെ പലസ്തീനിൽ കൊല്ലുന്നു. ഇസ്രായേലിന് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നീതിയുടെ ഒരു ബോധത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനുണ്ട്. മനുഷ്യനെന്ന സൃഷ്ടി അതാരായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ, ഇവരൊക്കെ മനസ്സിലെന്തുണ്ട്? നീതി പുലരുന്ന ഒരു ദിവസം അതുണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അതുകൊണ്ട് സഹോദരിമാരെ, നീതി പുലരുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഇന്നലെ ഈരാറ്റുപേട്ടയിൽ ഡയലോഗ് എന്ന് പറയുന്ന വളരെ ബൃഹത്തായ, വളരെ സ്റ്റാൻഡേർഡ് ഉള്ള, വളരെ ഉയർന്ന നിലവാരം പുലർത്തിയ ഒരു മഹാസംഗമം നടക്കുകയുണ്ടായി. അതിലിങ്ങനെ മരണാനന്തരം എന്നതായിരുന്നു വളരെ പ്രധാനമായ വിഷയം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്നതാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കി പറയുന്നതിന് എല്ലാ അർത്ഥമുള്ളത്. ആളുകള് ശരിക്കും മരണാനന്തരമില്ല, ശരി, ഒറ്റടിക്കതോട് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്കും അത് എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു കേവല ഇന്ദ്രിയത്തുള്ളി, അങ്ങനെ മനസ്സിലാക്കുക. ഒരു പുരുഷൻ ശപിക്കുന്ന അലം യക്കുനു ചുപ്പച്ചമ്മയും മനിയുംന, കേവലമായ ഒരു ഇന്ദ്രിയത്തുള്ളി, അറപ്പും വെറുപ്പും നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത പശിമയുള്ള ഒരു ഇന്ദ്രിയത്തുള്ളി, 2 മിനിറ്റ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വെച്ച പച്ചവെള്ളമായി തീരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി. എങ്ങനെ? ആ ഇന്ദ്രിയം വഴുവഴുപ്പുള്ള കൊഴുപ്പുള്ള ആ കയ്യിൽ ഇങ്ങനെ വെച്ച പശിമയാർന്ന ആ ഇന്ദ്രിയത്തുള്ളി ഒരു കുഞ്ഞിപ്പാത്രത്തിൽ നമ്മൾ വെച്ചാൽ പച്ചവെള്ളമായി തീരുന്ന ഈ സംഭവം. അതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ഐശ്വര്യ റായ് ഉണ്ട്, വി ഡി സതീശനുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. ആ ഇന്ദ്രിയത്തില് ആലോചിക്കേണ്ട വളരെ പ്രധാനമാണ്. അത് മാതാവിന്റെ അണ്ടവുമായി കൂടിച്ചേർന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു ഘട്ടത്തിൽ നിന്ന് ലക്ഷണമൊത്ത കോടിക്കണക്കായ ബീജഗണങ്ങളിൽ നിന്ന് അത് അണ്ടവുമായി കൂടിച്ചേർന്ന് സൈക്കോട്ടായി രൂപപ്പെട്ടു. അതൊരു ഘട്ടം. ആ സൈക്കോട്ടിൽ നിന്ന് അടുത്ത ഘട്ടം അവസാനിച്ചു. ആ ഘട്ടം അവസാനിച്ചു ഇല്ല. 3rd ഘട്ടത്തിലേക്ക് വന്നു, 4th വന്നു, 5th വന്നു. എന്നിട്ട് സുമ്മ ഖലഖനൽ നുത്ഫത അലക ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമ ഫഖസൗന ലിലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചന. എന്നിട്ട് ആ ഇന്ദ്രിയത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞ്, പിന്നെ അസ്ഥി കൊണ്ട് അനാവരണം ചെയ്ത്, ആ അസ്ഥിക്കൂടത്തെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമുന ശൈഅ, ഒന്നും അറിയാത്തവരായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. ഘട്ടം അടുത്തത് വന്നു. ശിശുവായി, ബാല്യമായി, യൗവനമായി, ഘട്ടങ്ങൾ ഇങ്ങനെ പോവുകയാണ്. സൂറ വിശുദ്ധ ഖുർആന്റെ 22-ാം അധ്യായം 5-ാമത്തെ വചനം മനോഹരമായി വിവരിക്കുകയാണ്. എന്നാൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കണ്ടേ? ആ യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിൽ വന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. അങ്ങനെയെല്ലാം വന്നു. എന്നിട്ട് അലൈസ അല്ലാഹു ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത, എന്നിട്ട് മരണത്തിന് ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്ന് നിങ്ങൾ പറയണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1 ഘട്ടം കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 ഘട്ടം വന്നു, 5 വന്നു, 6 വന്നു. ഇനി ഘട്ടം ഉണ്ടാവില്ല എന്ന് പറയാനാണോ തെളിവ്? ഉണ്ടാകാമെന്ന് പറയാനാ തെളിവ്, അല്ലേ? ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആകുന്നു പറയാൻ പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും നിയമം കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതിനപ്പുറത്തേക്കും ഒരു ജീവിതം. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് കാഫിലൊക്കെ പറഞ്ഞു, ബൽദതൻ മൈത കദലികൽ ഖുറൂജ്, അപ്രകാരം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അമഹസിതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അതല്ല, നിങ്ങളെ അങ്ങ് വെറുതെ വിട്ടേക്കും. അയസ്ബുൽ ഇൻസാനു അൻ യുത്റക സുദാ, സൂറത്ത് ഖിയാമയാണ്.
36-ാമത്തെ വചനമാണ്, 75-ാം അധ്യായമാണ്. അല്ല, നിങ്ങളെ മനുഷ്യരെ അങ്ങ് വെറുതെ വിട്ടേക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കുറ്റവാളിത്വവും അക്രമവും അരാജകത്വവും ചെയ്ത് നിങ്ങൾ ജീവിച്ച് അറമാദിച്ച കാലഘട്ടങ്ങളിൽ നിന്ന് അതൊന്നും വിചാരണ ചെയ്യാതെ വല്ലാത്തൊരു ചോദ്യമാണ്. തെമ്മാടിത്തം ചെയ്തവരും വൃത്തികേടുകൾ ചെയ്തവരും നന്മ ചെയ്തവരും, ഉമ്മാനെ കൊന്നു, പെങ്ങളെ കൊന്നു, അനുജനെ കൊന്നു, എളാപ്പയെ കൊന്നു, കാമുകിയെ കൊന്നു, ആ കുറ്റവാളിയും ഉമ്മാനെ സംരക്ഷിച്ച മകനും മരണത്തോടുകൂടി തുല്യമാകുമോ? ഇല്ലെന്ന് മനുഷ്യന്റെ മനസ്സ് പറയും. അതുകൊണ്ട് തന്നെ നീതി നടപ്പാക്കപ്പെടുന്ന, ഒരു നിലക്കും ഒരു തെരിമ്പും അനീതി കാണിക്കാത്ത ഒരു ലോകം ഇവിടെ ആവശ്യമുണ്ട്. ആ ലോകത്തിൽ വിശ്വസിക്കുമ്പോഴാണ് പിന്നുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞ നിർഭയത്വവും തൗഹീദും സുന്നത്തും ആഖിറത്തും വേഷവും വിധാനവും എപ്പോണ്ടാവണതാണ്. ഇങ്ങനൊരു ജീവിതം ഉണ്ട്, അല്ല അങ്ങനെ ഒരു ജീവിതം ഇല്ല എങ്കിൽ എങ്ങനെയും ജീവിക്കാം, അർമാദിക്കാം, എന്ത് തെറ്റും ചെയ്യാം, എവിടെയും ജീവിക്കാം. അങ്ങനെ ഒരിക്കലും മനുഷ്യനാകുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി എന്ത് വിധിച്ചു? നീതി വിധിച്ചു, ന്യായം വിധിച്ചു. ന്യായമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അല്ല, അയാളാണ് തെറ്റ് ചെയ്ത്, അതെങ്ങനെ തീരുമാനിക്കുന്നത്? തെറ്റിനെ തെറ്റായി കാണാൻ മനുഷ്യന് മാത്രം കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് മനുഷ്യനെന്ന സൃഷ്ടിയിൽ ഇവിടെ തീർച്ചയായും ആത്മാവിന്റെ ശുദ്ധീകരണം, ആത്മാവിന്റെ വിമലീകരണം, ആത്മാവ് മനുഷ്യനിലുണ്ട് എന്നതാണ് ഏറ്റവും ചൈതന്യവത്തായ കാര്യം. നമ്മളെല്ലാരും പിന്നെ ഒരു ബൾബ് കത്തുന്നില്ല, സ്വിച്ച് ഇട്ട് നോക്കി ബൾബ് കത്തുന്നില്ല. രണ്ട് തീരുമാനങ്ങളിലെത്തും നമ്മൾ. എന്താ അത്? ഒന്ന് ബൾബ് കേടുവന്നിട്ടുണ്ടാവും, അതിന് ഫിലമെന്റ് അടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അവിടെ ആ ബൾബ് ഊരി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു, അപ്പൊ അതാ കത്തുന്നു. അപ്പൊ എന്താ കുഴപ്പം? അവിടേക്കുള്ള വൈദ്യുത ലൈനിൽ കുഴപ്പമുണ്ട്. മനസ്സിലായി? ബൾബിന് കുഴപ്പമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഒരാൾ മരണപ്പെട്ട കൈ പ്രശ്നമുണ്ടോ? ഇല്ല. ഹാർട്ട് പ്രശ്നമുണ്ടോ? ഇല്ല. ലിവർ പ്രശ്നമുണ്ടോ? ഇല്ല. അയാളെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടോ? അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ആത്മാവുള്ള ഒരു ശരീരത്തിലേക്ക് ആത്മാവ് നഷ്ടപ്പെട്ട ഒരാളുടെ ഹാർട്ട് ഇത്ര ടൈമിനുള്ളിൽ കൊണ്ടുപോയി വെച്ച ആ ഹാർട്ട് എന്താ അവിടെ വർക്ക് ചെയ്യുന്നത്? പ്രശ്നം ഹാർട്ടിനായിരുന്നില്ല, ഹാർട്ടിനെ എല്ലാം സജീവമാക്കിയ വൈദ്യുതിയായിരുന്ന ആത്മാവ് അവിടെ നടുപ്പോയി. അതുകൊണ്ടല്ല മരിച്ച ഒരാളെ കിഡ്നി വേറൊരാൾക്ക് കൊടുത്താൽ അത് അവിടെ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇയാളെ കിഡ്നി എടുത്തിട്ട് മരിച്ച ഒരാളെ ശരീരത്തിൽ ആ കിഡ്നി പെർഫെക്റ്റ് ആയി കൊടുക്കുന്നെങ്കിലോ, ആക്സിഡന്റ് പറ്റി കിഡ്നി തകർന്നു പോയ ഒരാൾക്ക്, ആക്സിഡന്റ് ഒന്നും പറ്റാത്ത പൂർണ്ണാരോഗ്യമുള്ള ഒരാളുടെ ആക്സിഡന്റ് കൊടുത്ത് വർക്ക് ചെയ്യില്ല, അയാൾ മരിച്ചു ചെയ്യുന്നു കരുതിയ പിന്നല്ല. അപ്പൊ എന്താണ്? ആത്മാവുള്ള ഒരു ശരീരത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ തകരാറില്ലാത്ത ബൾബ് ലൈനിൽ തകരാറ്, കാരണം അവിടേക്ക് വൈദ്യുതി ഇല്ല. ഇത് തന്നെയാണ് നമ്മളിൽ നിന്ന് വൈദ്യുതി അപ്രത്യക്ഷമാകുന്ന പോലെ ആത്മാവ് അപ്രത്യക്ഷമാകുന്നതോടെയാണ് ഈ ശരീരത്ത് കണ്ണും കാതും കൽബൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മരണപ്പെട്ട ഒരാളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ലല്ലോ. പിന്നെ എന്തായിരുന്നു അയാളെ ചലിപ്പിച്ചത്? അത് ഈ പറഞ്ഞ പോലെ വൈദ്യുതി. അത് പോയാൽ പിന്നെ ഈ അവയവങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആ ആത്മാവിനെ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചു. ആ ആത്മാവിനെ അല്ലാഹു സൂറത്ത് സുമറിൽ അല്ലാഹു 42-ൽ പറഞ്ഞു, ആത്മാവ് ഉറങ്ങുമ്പോ നിങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ട്. ആ ആത്മാവ് നിങ്ങളിലേക്ക് ഉണരാൻ നിശ്ചയിച്ചവർക്ക് അത് അല്ലാഹു വിട്ടുതരികയും ചെയ്യുന്നുണ്ട്. മരണം ഖലാക്കിയ ആളുകൾക്ക് ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുമുണ്ട് എന്ന് ഖുർആൻ പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ആത്മീയത, ആത്മാർത്ഥത എന്നൊക്കെ പറയുന്ന പദം ഏത് യുക്തിവാദി ഉപയോഗിക്കുന്നല്ലേ? ആത്മാർത്ഥത എന്ന് ഏത് യുക്തിവാദിയും എന്താണ് ഈ ആത്മാവിനോട് ചേർന്ന അർത്ഥത എന്താണ് അത് ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ തിന്നും കുടിച്ചും ഭോഗിച്ചും സൂറത്ത് മുഹമ്മദിലാണ് 12-ാമത്തെ വചനമാണ്. അങ്ങനെ ആയാ പോരല്ലോ, തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അങ്ങനെ പോവാ, അങ്ങനല്ല. അതുകൊണ്ട് തന്നെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെ ഏത് വിശ്വാസമാണ് ഫലപ്രദമാകുക? ഇപ്പൊ നമ്മളൊക്കെ എയർപോർട്ടിൽ പോയ പല ആളുകളുണ്ട്. എയർപോർട്ട് കിടന്ന് മറ്റൊരു രാജ്യത്ത് പോകണം. അപ്പൊ നമ്മള് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി. നമ്മുടെ ബാഗിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, കടലാസ്, നല്ല ഡ്രസ്സുകളുണ്ട്, ആവശ്യമുള്ള മെഡിസിനുകളുണ്ട്, ഫയലുകളുണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൗണ്ടറിൽ അങ്ങോട്ട് ചെന്ന് പാസ്പോർട്ട് വെച്ച് അതില്ലെങ്കിലോ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അയാൾക്ക് എയർപോർട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം അയാൾക്ക് എയർപോർട്ടിൽ രക്ഷപ്പെടണമെങ്കിൽ, അപ്പുറം കിടക്കണമെങ്കിൽ പാസ്പോർട്ട് നിർബന്ധമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന. അയാൾ നല്ല മനുഷ്യനാണ്, സജീവമാണ്, നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന, ഇന്ന് വരെ ഒരു അക്രമം ചെയ്തിട്ടില്ല. പക്ഷെ എയർപോർട്ടിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് പോകാൻ ആവശ്യമുള്ള പാസ്പോർട്ടില്ല.
ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാവരും ചേർന്ന് അയാൾ നല്ല ആളാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും എയർപോർട്ടിന്റെ നിയമം അനുസരിച്ച് അവിടെ കടക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് വിശ്വാസം ശരിയല്ലെങ്കിൽ സ്വർഗം കിട്ടില്ല. അതിനെ നമ്മൾ വെറുതെ ഗാന്ധി സ്വർഗത്ത് പോവോ, മറ്റേ ആൾ സ്വർഗത്ത് പോവോ, ഒന്നാള് സ്വർഗത്ത്, അതിലൊന്നും അർത്ഥമല്ല. അതിങ്ങനെ തിരിച്ചു ചോദിച്ചാൽ മതി, പാസ്പോർട്ട് ഇല്ലാതെ ഗാന്ധിജിക്ക് എയർപോർട്ട് വിട്ട് പോകാൻ പറ്റുമോ? സിമ്പിൾ. വേറൊന്നും ആലോചിക്കണ്ട. ഇവിടെ വേറൊരാള് പാസ്പോർട്ട് ഇല്ല, അയാൾക്ക് വേറൊരു രാജ്യത്ത് പോകണം, കഴിയില്ല. ഡൊമസ്റ്റിക്കിൽ ഇങ്ങനെ കറങ്ങാം, അതിലപ്പുറത്ത് പോകാൻ കഴിയില്ല. അവിടെ ആരായാലും എത്ര വലിയ മഹാനായാലും. അപ്പൊ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ പാസ്പോർട്ട് ആവശ്യമാണ്. അതേതാ? അത് നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാസ്പോർട്ട്. അത് ഇസ്ലാം വളരെ കണിശമായി ലോകത്ത് പഠിപ്പിക്കുന്നു. എങ്ങനെ പഠിപ്പിക്കുന്നു? എങ്ങനെയത് പഠിപ്പിക്കുന്നത്? ഇസ്ലാമിന്റെ വിശ്വാസം അസ്വീകാര്യമായി മനുഷ്യകുലത്തിന് എങ്ങനെ തോന്നും? ബാലചന്ദ്രൻ എങ്ങനെ തോന്നും? ഗണേശൻ എങ്ങനെ തോന്നും? സുരേന്ദ്രൻ എങ്ങനെ തോന്നും? ജോസഫിന് എങ്ങനെ തോന്നും? കാരണം ജോസഫിനെയും സുരേന്ദ്രനെയും ഏതൊരു പടച്ചോനാണോ, ഏതൊരു പ്രപഞ്ചനാഥനാണോ സൃഷ്ടിച്ചത്, ആ നാഥനാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് വിശ്വസിക്കുന്നോളം സുന്ദരമായ ഒരു വിശ്വാസം ഈ ഭൂമുഖത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെയും ഇവിടെയുള്ള ഉസ്താദുമാരെയും മൗലൈമാരെയും മൊല്ലമാരെയും സംഘടനാ നേതാക്കന്മാരെയും ഒക്കെ സൃഷ്ടിച്ചത് ഒരു പടച്ചോനാണെന്ന് വന്നാൽ എവിടെയാണ് ഭിന്നത? എവിടെയാണ് അനൈക്യം? അത് എനിക്ക് മനസ്സിലാവാത്ത അതാണ്. ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളായി ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്നിരിക്കത്ത മനുഷ്യവർഗം. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം എന്നല്ലേ ഏതെങ്കിലും ഒരു ഹൈന്ദവൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ? നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ? ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത വാഹിദ റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങളുടെ ദൈവം ഏകനാണ്, ഏകം സദ്ബഹുദ വിപ്ര വദന്തി ശമ്മാ ഇസ്രായീല അഡോണ എലോഹിൻ അഡോണ യഹ്. ഒറ്റ ദൈവത്തെ കുറിച്ചാണ് മാർക്കോസിന്റെ 12-ാം അധ്യായം 29 പറയുന്നത്. ഈശാവാസോപനിഷത്തിൽ പറയുന്നത് ഈ ശുദ്ധമായ ഏകദൈവാരാധനയെ കുറിച്ചാണ്. ഹിന്ദുവിന് വേറെ ദൈവം, മുസ്ലിമിന് വേറെ ദൈവം, ക്രിസ്ത്യാനിക്ക് വേറെ ദൈവം, ഓരോരുത്തർക്കും ഓരോ ദർഗ, ദേവി ദേവ സങ്കല്പങ്ങൾ. സത്യം പറഞ്ഞാൽ അതൊക്കെ മനുഷ്യരുണ്ടാക്കിയത്. മാനവകുലത്തിന് ഒരൊറ്റ ദൈവം, അതാണ് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹൃത്. ആ ത്വമേകം ഏകനായ 5 തവണയാണ് ഏകദൈവം ഏകദൈവം ഏകം സദ്ബഹുദാ വിപ്ര യോ ദേവാ നാമാമദ ഏകേവ. ദൈവം എന്ന് പറയുന്ന ഒറ്റാളാണ്. അവനാണ് മഴ പെയ്യിപ്പിക്കുന്നതും, അവനാണ് സൂര്യനെ ഉദിപ്പിക്കുന്നതും, അവനാണ് ചന്ദ്രന്റെ നിലാവലകൾ നൽകുന്നതും, അവനാണ് ഇവിടെയുള്ള സകല മനുഷ്യരെയും 840 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചത് അവനാണ്. എത്ര സുന്ദരമായ, പിന്നെന്ത് ജാതീയത, പിന്നെന്ത് വർഗീയത. ഒരച്ഛന്റെ ഒരു ആദിമ പിതാവായ ആദം നബിയുടെ മക്കൾ, നബീന്റെ മക്കൾ. പിന്നെ എവിടെ പറയവർഗം? പിന്നെ എവിടെയാ പുലവർഗം? പിന്നെ എവിടെയാ ചണ്ടാലൻ? പിന്നെ എവിടെയാ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ? ഒന്നുമില്ല. ഇതെല്ലാം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ്. ഒരൊറ്റ ദൈവത്തിലേക്കാണ് മതം മനുഷ്യരെ. അതുകൊണ്ടാണ് തൗഹീദിലൂടെ എന്ന് പറഞ്ഞാൽ വഹ്ദാനിയത്തിലൂടെ, ഏകദൈവ സിദ്ധാന്തത്തിലൂടെ ഒരൊറ്റ ദൈവത്തെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് വഴി മനുഷ്യൻ നേടുന്ന നിർഭയത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭയപ്പാടുകളില്ലാത്ത ലോകം, അതാരാ ആഗ്രഹിക്കാത്തത്? പേടിയില്ലാത്ത ഒരു ലോകം. ഇന്ന് നമ്മൾ പല നിലക്ക് പേടിക്കുന്നു. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമോ? അതൊരു പേടിയാണ്. ഇപ്പൊ കണ്ട കഴിഞ്ഞ ദിവസം മങ്കടയില് ഒരു ഇടിമിന്നൽ വന്നു, 7 ആളുകൾക്കാണ് പരിക്കേറ്റത്. ഞാൻ ആ ഹോസ്പിറ്റലിൽ പിറ്റേന്നുണ്ടായത് കൊണ്ട് എനിക്ക് ആ രംഗമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 4 പേരവിടെ മരിച്ചു വീണു. ഗുരുതരമായി പരിക്കേറ്റ 2 കുട്ടികളുണ്ട്. അത്ര തന്നെ പരിക്കില്ലാത്ത വേറൊരു പയ്യൻ. പറഞ്ഞുകൂടെ എവിടെ വെച്ച് എന്ത് സംഭവിക്കും? അവിടങ്ങളിലെല്ലാം മനുഷ്യകുലം ശരിക്കും ഉൾക്കൊള്ളേണ്ട മൂല്യവത്തായ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യം നമുക്ക് പേടിയാണ് പലതും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്തൊരു, അതായത് മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിങ്ങളാകാനുള്ള കാരണം എന്താ? ഉമ്മമാരെ വൃദ്ധസദനത്തിൽ, ഉപ്പമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതിൽ ഏറ്റവും പിറകിലാണ് മുസ്ലിങ്ങൾ. ഈ 2 കാര്യം നിങ്ങൾ എടുത്തോ. ഒന്ന്, ആത്മഹത്യ ഏറ്റവും കുറവുള്ള ജനത. ആത്മഹത്യ ഇല്ല എന്നല്ല, ആത്മഹത്യ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവുള്ള ജനത മുസ്ലിങ്ങളാകാൻ ഉള്ള കാരണം ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: അവരുടെ മതം അവർ അതിന് പ്രാപ്തമാക്കുന്നു. ജീവിക്കാൻ ഏത് പോരാട്ടൻ. ഖുർആന്റെ പ്രയോഗം സൂറത്ത് ബഖറ 155, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖൗഫ് കൊണ്ട് ഭയപ്പാട്. സംഘപരിവാരങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾ എന്താക്കും? ഉത്തരേന്ത്യയിൽ ഞങ്ങൾ എന്താക്കും? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ലോകത്ത് ഞങ്ങൾ എന്തു ചെയ്യും? പശുവിന്റെ പേരിൽ 30 പേർ കൊല്ലപ്പെട്ട ഈ നാട്ടിൽ ഞങ്ങൾ എന്തു ചെയ്യും?
ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം തുടർന്നാൽ അറബ് രാജ്യം എന്താകും? ഈ പേടി. അവിടെയാണ് കുല്ലം യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന എന്ന ആശയം തിളങ്ങി വിളങ്ങി നിൽക്കുന്നത്. എന്താ? എല്ലാം അല്ലാഹു വിധിച്ചു. അതായത് ശരിക്ക് നമ്മള് കരിങ്കല്ലത്താണി, പുത്തനത്താണി, രണ്ടത്താണി മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങളാണ്. പരിചയമുള്ള ചില സ്ഥലം പറഞ്ഞു. എന്താ അതിങ്ങനെ ചുമട്ട് തൊഴിലാളികൾ പണ്ട് കാലത്ത് ചുമടെടുത്ത് പോകുന്ന ആളുകൾ തലയിൽ ദൂരം കിലോമീറ്ററുകളോളം ചുമടെടുത്ത് പോകുമ്പോൾ ആ ചുമട് സ്വന്തമായി പരസഹായമില്ലാതെ ഇറക്കി വെക്കാനാണ് അത്താണി. അതായത് രണ്ട് കല്ല് ഇങ്ങനെ വെക്കും, ആ കല്ലിന്റെ മേത് ഒരു കല്ല് ഇങ്ങനെ വെക്കും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് വന്നാൽ ആ കല്ലിലേക്ക് നമ്മുടെ തലയിലെ ചുമട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചാൽ പിന്നെ അയാളുടെ തലയിൽ ഭാരം ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല. അങ്ങനെ ഇറക്കി വെക്കാൻ ഒരു അത്താണി, അതാണ് പടച്ചതമ്പുരാൻ. പിന്നെ അയാൾക്ക് ടെൻഷൻ ഇല്ല. അയാൾ ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്ത് ആ ഭാരം പടച്ചതമ്പുരാൻ ഏൽപ്പിക്കുന്നതോടുകൂടി ഒരു വിശ്വാസിക്ക് കിട്ടുന്ന സുരക്ഷിതത്വ ബോധമുണ്ട്. ചെറിയ കാര്യമല്ല അത് ചെറുതായി കാണേണ്ടതുമല്ല. ഞാൻ ലളിതമായി പറയാം. അള്ളാഹു എന്ന് പറഞ്ഞ ഒരു കവിത എഴുതി വെള്ളത്തോൾ നാരായണ മേനോൻ. ചില പോയിന്റ് ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സ് പതിപ്പിക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്ന് ആളുകൾ കേൾക്കണ്ടോ ഇല്ലേ എന്നുള്ള ഒന്നും എന്റെ വിഷയമല്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പക്ഷേ ഇത് ലൈവായിട്ട് പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇത് നാളെ റെക്കോർഡായിട്ട് കേൾക്കുന്നുണ്ടാവാം. എന്തായാലും ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുകയാണെങ്കിലും സൂറത്ത് ഹദീദിൽ ഒരു വചനമാണ്. അമ്പത്തേഴാം അധ്യായം സൂറത്ത് ഹദീദിലെ 22-ാമത്തെ വചനമാണ്. ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല ദേഹത്തിലും ഒരു കിതാബിൽ രേഖപ്പെടുത്തിയതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാദർശികമെന്നോ പെട്ടെന്നുണ്ടായതെന്നോ ഒക്കെ നമ്മൾ പറയും. ഞാൻ പറഞ്ഞ ഒരു ചരിത്രം പറയാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ പ്രവാചകൻ വാള് തൂക്കി വെച്ച് അദ്ദേഹം വിശ്രമിക്കുകയാണ്. അപ്പൊ ആ വിശ്രമിക്കുന്ന സമയത്ത് വിഷയത്തിന്റെ മർമ്മത്തിൽ ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ഓപ്പറേറ്റർമാരും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഒരല്പ കാറ്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാറ്റിന്റെ ദിശ ഇതിനെതിരായതുകൊണ്ടാണ് അത് മറിഞ്ഞു വീണു പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പറയുന്ന പോയിന്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള പോയിന്റുകളാണ് പറയുന്നത്. പ്രവാചകന്റെ ശത്രുവിൽപ്പെട്ട ഒരാള് വാളെടുത്തിട്ട് പ്രവാചകന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തിവെച്ചടി ചോദിക്കുകയാണ്, നിന്നെ ആരാ രക്ഷപ്പെടുത്തുക? ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. അവിടെ എത്തുന്നില്ല ലോകം എന്നതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കഴുത്തിൽ വാള് കുത്തിവെച്ചിരിക്കുന്നു, ഒന്നമർത്തിയാൽ കഴുത്തിനുള്ളിലോട്ട് ആ വാള് കയറിപ്പോകും. പക്ഷെ അങ്ങനെ അമർത്തണമെങ്കിലും ആ പണി നടക്കണമെങ്കിലും സഹോദര അള്ളാഹുവിന്റെ വേണ്ടുക വേണം, വിധി വേണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കണ്ണിലേക്ക് നോക്കി അല്ലാ ഭയപ്പെട്ടോ? നിർഭയനായിരുന്നു മുത്തുനബി. മുത്തുനബിക്ക് എന്ത് ഭയപ്പാടാ ഉണ്ടായിരുന്നത്? അല്ലാ എന്ന് കേട്ടപ്പോ അയാള് ഭയപ്പെട്ടു. ആ വാള് താഴെ വീണു. ആ വാളെടുത്തിട്ട് തിരിച്ചു പ്രവാചകൻ ചോദിച്ചു, നിന്നെ ആര് രക്ഷിക്കും എന്ന്. അവിടെയാണ് വെള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന കവിത എഴുതുന്നത്. ഇവിടെ വിശ്വാസികളെ എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു ദർഗയിലെ തങ്ങളെയോ മരിച്ചുപോയ ഏതെങ്കിലും ഒരു നബിയോ അല്ലെങ്കിൽ ജിബിരിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജിന്നുകളോ എന്നെ രക്ഷിക്കുമെന്നല്ല നബി പറയുന്നത്. അതാണ് ഈ പ്രമേയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിന്നെ ആര് രക്ഷിക്കും? എന്നെ എന്റെ റബ്ബ് രക്ഷിക്കും. ഈ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക. നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോ വെള്ളത്തോളം നാരായണ മേനോൻ വരെ എന്തുകൊണ്ടാ അള്ളാഹു നല്ലേ കവിത എഴുതിയത്? എന്തുകൊണ്ട്? പ്രവാചകന്റെ അചഞ്ചലമായ വിശ്വാസം എന്ന നിലയിലാണ്. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. അടിമക്ക് അല്ല പോരെ? അത് ചോദിക്കുന്നത് പടച്ചോനാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലും അല്ല. ആ ചോദ്യം ചോദിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. റബ്ബ് പോരെ, അല്ല പോരെ, പടച്ചതമ്പുരാൻ പോരെ. ഇത് ഖുർആനിലെ 39-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്?
അള്ളാഹുവിന് പുറമെയുള്ളവരെ പറ്റി അവർ നിന്നെ പേടിപ്പിക്കുകയോ എന്നാണ്. തങ്ങളെ കുരുത്തക്കേട്, ഇന്ന് ദർഗയിലെ കുരുത്തക്കേട്, ഷെയ്ഖിന്റെ കുരുത്തക്കേട്, അല്ലെ മൊയ്തീൻ ഷെയ്ഖിന്റെ കുരുത്തക്കേട്, നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിനിടയിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹുവിന് സൂറത്ത് ആൽ ഇംറാനിലെ 173 മുതലുള്ള വചനം എന്താ? ആ സൈന്യത്തെ പറ്റി പറഞ്ഞ് ഇബ്ലീസ് നിങ്ങളെ പേടിപ്പിക്കുന്നു. ശരിക്കും നിങ്ങൾ പേടിക്കേണ്ടത് പടച്ച തമ്പുരാനെയാണ്. ഈ ആശയം അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. ഖുർആനിലെ 33-ാം അധ്യായം 39-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന ഒരാളും അള്ളാഹനല്ലാത്ത ഒരാളെ പേടിക്കരുത് എന്നാണ്. അപ്പൊ അള്ളാഹനെ പേടിക്കുക, അള്ളാഹുലേക്ക് അഭയം നേടുക. ഇങ്ങനെയാണ് ഇസ്ലാം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നാമതായി വേണ്ടത്, അറബ് ജനതയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പോയിന്റ് എന്താണ്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അവർ അള്ളാഹു വിശ്വസിച്ചില്ല എന്നല്ലല്ലോ പറയുന്നത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്. അവരിൽ ഭൂരിപക്ഷ ആളുകൾ അള്ളാഹു വിശ്വസിച്ചു. പക്ഷെ എങ്ങനെ അവനിൽ പങ്കു ചേർത്തുകൊണ്ട്. അങ്ങനെയാണ് സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനത്തിൽ പറയുന്നത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. ഭൂരിപക്ഷ ആളുകൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവനിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസം, ശിർക്ക് കലർന്നുകൊണ്ടുള്ള വിശ്വാസം. അപ്പൊ റബ്ബിൽ വിശ്വാസം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഉണ്ട് എന്നാണ്. പിന്നെന്താ പ്രശ്നം? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. സൂറത്ത് അൻആമിലെ 90 മുതലുള്ള 103 വരെയുള്ള വചനങ്ങളാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. അല്ലാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. അപ്പൊ വിഷയം എന്താണ്? അല്ലാഹനെ ശരിക്കും മനസ്സിലാക്കി. അറബ് ജനതയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? മഴ ചൊരിഞ്ഞു തരുന്നതാരാണ്? ചോദിക്ക്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ ഫലാ തത്തഖൂൻ. ലേ ഖുർആന്റെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 31-ാമത്തെ വചന. ആരാ നിർജീവാവസ്ഥയും ജീവാവസ്ഥയിലെ? അല്ലാഹ് എന്നായിരുന്നു അബൂജഹൽ. അബൂജഹലിനെ തൊട്ടടുത്തേക്ക് വിളിച്ചിട്ട് റസൂൽ ചോദിച്ചു, ലോകത്തിന്റെ നിയന്ത്രണം ആർക്കാണ്? അദ്ദേഹം പറഞ്ഞു അല്ലാഹ്. ആധുനിക ലോകത്തെ ആളുകൾ പറയുന്നതോ CM മടവൂരിനാണ്. 1991 മരിച്ച CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണെന്ന്. അബൂജഹലിന് പോലും അവിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത്, അതിനെക്കുറിച്ചൊന്ന് സത്യസന്ധമായി വിലയിരുത്തണ്ടേ? ഖുർആൻ ആയത്തുകൾ പറയുന്നു, അധ്യായം പറയുന്നു, വചനം പറയുന്നു, ഖുർആനിൽ ഉള്ളത് വിവരിക്കുന്നു. എന്നിട്ടും ആളുകൾ നമ്മളെ പുത്തൻവാദികളാക്കുന്നു. ആളുകൾ നമ്മളെ ഇസ്ലാമിനെ പൊളിക്കുന്നവരാക്കി മാറ്റുന്നു. നേരെ മറിച്ച് മറുഭാഗത്തൊന്നുമില്ല. തൊള്ളത്താളം പറയുകയും അവരവരുടെ ആഗ്രഹങ്ങൾ പറയുകയും അവരുടെ പൂതി പറയുകയും ചെയ്യുന്നിടത്ത് അതിന്റെ പിന്നാലെയാണ് ആളുകൾ. നേരെ മറിച്ച് നമ്മൾ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം അത്ഭുതമല്ല. ഒരു കാര്യം നോക്ക്, മനുഷ്യവാസം ഈ ഭൂമുഖത്ത് വരുന്നതിനും ഈ ഭൂമിയുണ്ട്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും കാട്ടാറുകളും കാനനങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, മുഹമ്മദ് നബി ഇല്ല, യേശു ക്രിസ്തു ഇല്ല, ആരുമില്ല. അമ്പലമില്ല, പള്ളിയില്ല, ചർച്ചില്ല, സിനഗോഗിലില്ല, ഒന്നുമില്ല. ഒരൊറ്റ ചോദ്യം, ഈ യേശുവും ശ്രീരാമനും ശ്രീകൃഷ്ണനും ജനിക്കുന്നതിന് മുമ്പ്, ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ആരാധനാലയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചമുണ്ടെങ്കിൽ ബാല, ആ പ്രപഞ്ചത്തെ, സുരേന്ദ്ര, ആ പ്രപഞ്ചത്തെ, മൊഹിദ്ദീനെ, ആ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു? അവനെ പോരെ നമുക്ക്? അവനല്ലേ നമ്മുടെ ദൈവം? നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം. നിങ്ങൾ നോക്കി, ഈ കാറ്റ് എവിടുന്ന ഈ സംവിധാനം? എത്ര ശാന്തമായിട്ട്, എന്തോ ഒരു ചൂടായിരുന്നു ഇവിടെ. 2 ഫാൻ വർക്ക് ചെയ്തുണ്ട്. ഇനി ഇവിടെ വല്ല ഫാനോ AC-യോ വേണോ? അപ്പോ അത് ചിന്തി നോക്കി, എത്ര സെക്കൻഡ് കൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ അരമണിക്കൂർ തണുത്ത് ഇങ്ങോട്ട് മുറിങ്ങലിച്ചു. അതുവരെ നരകത്തിന്റെ ചൂട് നോക്കാൻ ആളുകൾ ഇപ്പോഴത്തെ ചൂടിനെ വിളിക്കണേ. സത്യമാണ് താനും. നരകത്തിന്റെ ചൂടിന്റെ ഒരു ചൂട് പ്രപഞ്ചത്തിലേക്ക് അള്ളാഹ് ഒഴുക്കി വിടുകയാണ്. അത് ഹദീസിൽ വന്നതാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, എത്ര പെട്ടെന്നാണ് ഇപ്പൊ ഈ അന്തരീക്ഷം നടത്ത് അള്ളാഹ് ചുരുങ്ങിയത്. ഇത് മൊയ്തീൻ ഷെയ്ഖിനെ കൊണ്ടാണ്, ശ്രീരാമനെ കൊണ്ടാണെന്ന് ആരെങ്കിലും പറയൂ? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇതിനു മുമ്പും മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ് കാറ്റുണ്ടായിരുന്നല്ലോ. കാറ്റ് കൊണ്ടൊരു ജനതയെ നശിപ്പിച്ചിരുന്നു. അപ്പൊ ആ കാറ്റിനെ ആരാ നിയന്ത്രിച്ചു? സത്യത്തിൽ മുജാഹിദുകൾ ആരുടെ ചോദ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. ബാക്കി എല്ലാവരും, ഒരു പള്ളിയിലച്ഛൻ, ഏറ്റവും പ്രഗത്ഭനായ അച്ഛന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാറ്റില്ല അച്ഛൻ എന്ന് വെച്ചിട്ടുണ്ടല്ലോ.
പള്ളിയിൽ അച്ഛനോടേക്ക് യേശു കന്യാമറിയമിന്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയില്ലേ അച്ഛോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ലാതല്ല എന്ന് പറയാൻ പറ്റുമോ? അച്ഛോ ആ ഭൂമിയെയും ആകാശത്തെയും ആര് നിയന്ത്രിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ? ക്രിസ്ത്യാനിറ്റിന്റെ കഥ കഴിഞ്ഞില്ലേ? നേരെ മറിച്ച് ഇസ്ലാം എന്താ പറയുന്നത്? ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിലേക്ക് മാനവകുലം മടങ്ങണം എന്ന കാര്യമാണ് പറയുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പിരിയാണ്. നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് ഏറ്റവും വേഗം വരിക. കാലാവസ്ഥയുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കിത് തന്നെ വിജയമാണ്. നമ്മൾ നിയ്യത്ത് വെക്കുന്നു, കൂലി തരേണ്ടത് പടച്ചോനാണ്. നടന്നാലും നടന്നില്ലെങ്കിലും ഈ ചെറുക്ക് നിയ്യത്ത് വെച്ചു, തടയപ്പെട്ടു, പൂർണ്ണ കൂലി അല്ലാഹ് കൊടുത്തു. നമുക്കും ആ കൂലിയുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ ഉപ്പാനെ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങളുടെ വരുമ്പോൾ എൻ്റെ ഉപ്പനെയായിട്ട് സംസാരിച്ചിട്ടാ വന്നത്. സുബൈക്ക് ഞങ്ങൾ ഒന്നിച്ച് ഒരു ജമായത്തിൽ ഒരു പള്ളിയിൽ ഉണ്ടായിരുന്നു. 84 വയസ്സുള്ള ഉപ്പാന്റെ മോനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാനെ കണ്ടിട്ടിരുന്നില്ല. നമ്മളിൽ എല്ലാവരും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉപ്പാനെ കണ്ടവരായിരിക്കാം, കാണാത്തൊരു ചിലപ്പോൾ അപൂർവം ഉണ്ടായേക്കാം. പിന്നെ ഉമ്മാന്റെ കൂടെ 6 വർഷമാണ് ജീവിച്ചത്. 6ാമത്തെ വയസ്സിൽ ഉമ്മ പിരിയുമ്പോ ദുഃഖത്തിന്മേൽ ദുഃഖം. എന്തായിരിക്കും അങ്ങനെ ഒരു കുട്ടിയുടെ അവസ്ഥ? അനാഥനായിട്ട്. സാധാരണ നമ്മുടെ നാട്ടില് ബാപ്പ ഇമ്മയില്ല, ഏറ്റവും വേണ്ടപ്പെട്ട വല്യാപ്പ 8ാമത്തെ വയസ്സിൽ മരിക്കുന്നു. നബിക്ക് 8 വയസ്സുള്ളപ്പോ വല്യാപ്പ മരിച്ചു. സമ്പൂർണമായ അനാഥം. ആ അനാഥത്വത്തിൽ ജീവിച്ച, അതും എവിടെ? വ്യക്തമായ വഴികേടിലായിരുന്ന, എല്ലാ അരാജകത്വം ഉണ്ടായിരുന്ന ഒരു നാട്ടില്. എന്നിട്ട് കേട് വന്നോ ആ നബി? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് മദ്രസയുണ്ട്, നമുക്ക് പള്ളിയുണ്ട്, നമുക്ക് പറഞ്ഞുതരാൻ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പാന്റെ കൈപിടിച്ച് നടക്കാൻ നമുക്ക് അവസരമുണ്ട്, എല്ലാം ഉണ്ട്. സത്യമല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളെല്ലാവരും എത്ര കണ്ട് നല്ലവരാണ്? ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മളൊക്കെ എത്ര കണ്ട് നല്ലവരാണ്? നേരെ മറിച്ച് സമ്പൂർണമായ അനാഥത്വം. ആ അനാഥത്വത്തിൽ ജീവിച്ചിട്ട് അല്ലമീൻ എന്ന് പേര് കൊണ്ട ആളാണ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളൊക്കെ മരിച്ചു ഇല്ലേ? എന്തിനായിരിക്കും അല്ലാഹു നബീനെ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, വാലറ്റവൻ എന്ന് അക്രമികൾ വിമർശിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുട്ടിയില്ലാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ മരിച്ചുപോയെന്നതിന്റെ പേരിൽ വാലറ്റവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചു. പക്ഷേ ആ നബി തളർന്നോ? നമുക്കൊക്കെ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോ ഇവിടെ ശരിക്കും ഈ സന്ദേശം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മൾ ആളുകളെ എങ്ങനെ ചിന്തിപ്പിക്കാനാണ് വിചാരിക്കുന്നത്? ഇതാണ് എന്റെ പ്രശ്നം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ VI ലെനിൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, ഞാൻ രാഷ്ട്രീയം പറയല്ല കേട്ടോ, VI ലെനിൻ ലോകം കണ്ട ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നു. ആർക്കും വരാലോ, സ്ട്രോക്ക് വന്നിട്ടൊരു ഭാഗം തളരുക. എൻ്റെ ഉമ്മ 10 കൊല്ലം കിടന്നു. അങ്ങനെ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങലേറ്റുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം ജോസഫ് സ്റ്റാലിന് കത്തയച്ചു. സ്റ്റാലിൻ, നീ എന്റെ തൊട്ടടുത്ത് സൈനൈഡ് കൊണ്ടുവെക്ക്. സൈനൈഡ് കൊണ്ടുവന്നുവാ, എന്റെ കണ്ണിന്റെ കാഴ്ച പോയാലേ, ഏതായാലും ഒരു ഭാഗം തളർന്നു, അത് തന്നെ എനിക്ക് താങ്ങാൻ വയ്യ. പിന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, മരിക്കും. ഇതാണ് ലോകം കണ്ട ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സ്. ഇപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റണില്ല. അപ്പൊ അദ്ദേഹം മെയ്സി കില്ലിങ്ങിന്, ദയാവധത്തിന് ഡോക്ടറോട് ആവശ്യപ്പെടുകയാണ്. ഞാനിത് പറയുന്നത് പച്ച ജീവിതത്തെ നമ്മൾ അളന്നു നോക്കുകയാണ്. അല്ല, ആലോചിക്കാം. കാർൽ മാർക്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ 8 വയസ്സുള്ള മുഷ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ട കുട്ടി മരിക്കുമോ, ആ കുട്ടിയുടെ ഖബറിലേക്ക് അല്ലെങ്കിൽ കുഴിയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കാർൽ മാർക്സ് എന്നാണ് അലക്സാണ്ടർ ബക്കിന്റെ കൃതികളിൽ പറയുന്നത്. ഇനി ഇതേ കാര്യം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ. ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്കെങ്കിലും നാളെ ഇത് റെക്കോർഡ് ചെയ്ത് വേറെ ഒരു കാണും, കേൾക്കും, അവരൊക്കെ മനസ്സിലാക്കേണ്ട. ഉർവത്ത് ബിൻ സുബൈറിന്റെ കാല് മുറിക്കാൻ തീരുമാനിച്ചു. കാല് മുറിച്ചപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ എന്നാ പറഞ്ഞു. അൽഹംദുലില്ലാ. തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറയണേ, നിങ്ങളുടെ 6 മക്കളിൽ ഒരാൾ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട്.
ടെറസിന്റെ മുകളിൽ നിന്ന് നിങ്ങളുടെ ഒരു മകൻ മരിച്ചിട്ടുണ്ട്, വീണ് മരിച്ചു. അപ്പോഴും അദ്ദേഹം പറയുന്ന അൽഹംദുലില്ലാ. സ്വന്തം മകൻ മരിച്ചിട്ട് അൽഹംദുലില്ലാ. ഇതൊരു വല്ലാത്ത വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഇങ്ങനെ സ്വന്തം മകൻ മരിച്ചിട്ട് അൽഹംദുലില്ലാ? അദ്ദേഹം പറഞ്ഞു മകൻ മരിച്ചു എന്നത് കൊണ്ടല്ല അൽഹംദുലില്ലാ. അങ്ങനെ കരുതണ്ട, ഇത് അവനില്ലാതായല്ലോ അൽഹംദുലില്ലാ, അങ്ങനല്ല. പിന്നെ എന്താ പ്രശ്നം? എന്താണ് ഈ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത? എന്താ അറിയുന്നത്? വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാം അത് ആസ്വദിക്കാൻ കഴിയില്ല. ദർഗയിലേക്ക് പോകുന്ന, ഉലിയാക്കളിലേക്ക് പോകുന്ന, അമ്പിയാക്കളിലേക്ക് പോകുന്ന, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഈ സമാധാനം കിട്ടും നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. അതിവിടെ ദേവിയായാലും ദേവനായാലും സൃഷ്ടിപൂജ നടത്തുന്ന ഒരാൾക്കും ഈ സമാധാനം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഞാൻ ലളിതമായി പറയാം, ഞാൻ ആ ഭാഗം പൂർത്തിയാക്കാം. ഫലസ്തീനിലെ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനഃശക്തി 30 ലക്ഷം ഇന്ത്യൻ പട്ടാളക്കാരനുണ്ടാവൂല. ഞാൻ വെറുതെ ഭംഗിയാക്കി പറയല്ല. 3 വയസ്സുള്ള ഒരു ഫലസ്തീനി കുട്ടിയുടെ മനഃശക്തി എന്താ? ആ കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഫോണിന്റെ ശൃംഖല കട്ട് ചെയ്യാം, ഇന്റർനെറ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഞങ്ങളും പടച്ചോനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് വിശ്വാസം. ആ വിശ്വാസം മനുഷ്യനെ എന്തൊക്കെ ചെയ്യിപ്പിക്കും. അതാണ് ഉർവത്ത് ബിൻ സുബൈർ പറയാണ്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോടൊക്കെ ഞാൻ പറയാണ്, അള്ളാഹു എനിക്ക് 2 കാല് തന്നു, പടച്ചതമ്പുരാൻ എനിക്ക് 2 കാല്, നമുക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അത്. എന്റെ റബ്ബ് എനിക്ക് 2 കൈ തന്നു, അതിലിതാ 1 കാലിന്റെ പാതിയാണ് അള്ള എടുക്കുന്നത്. ഇത്രയും കാലം ഞാൻ ആ 2 കാലം നടന്നില്ലേ, അതുകൊണ്ട് ഓടിയില്ലേ, എന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചില്ലേ. എന്റെ റബ്ബ് തന്ന 2 കാലിൽ 2 കൈയും, അതിലിതാ 1 കാലിന്റെ പാതി എടുത്തു, 1.5 കാല് എനിക്ക് ബാക്കിയില്ലേ. എന്റെ റബ്ബിന് എന്റെ 2 കാലും എടുത്തുകൂടെയിരുന്നോ? ഇങ്ങനെ ചിന്തിക്കാനാണ് മതം പഠിപ്പിക്കുന്നത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു വല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈഹി. ഞാനിന്ന് വി ഡി സതീശന്റെ ഒരു സംസാരം കേട്ടപ്പോൾ, അവിടെ ഖുർആൻ വായിക്കുന്ന ഒരാളാണ്, ഇസ്ലാം പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ എന്റെ മേലെയുള്ളവരിലേക്ക് നോക്കുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ എന്റെ താഴെയുള്ളതിലേക്ക് നോക്കുകയാണ്. അധികാരമൊന്നും അതല്ല ഒരു വിഷയമല്ല. അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ച, വിനു ആണെന്നാണ് തോന്നുന്നു ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് ശരിക്കും പ്രവാചകന്റെ ഒരു വചനാണ്. ഇവിടെയാണ് ഉർവത്ത് ബിൻ സുബൈർ പറയുന്നത്, എന്താണ് 2 കാലുണ്ട്. നമ്മൾ എന്താ ചിന്തിക്കുക? എന്റെ 1/2 കാല് പോയല്ലോ, ഇതാണ് നമ്മുടെ വിലാപം. എന്റെ റബ്ബ് എന്നോട് എന്തെങ്ങനെ ചെയ്തു, ഇതാണ് നമ്മുടെ ചിന്ത. നേരെ മറിച്ച് എന്റെ റബ്ബ് എനിക്ക് 2 കാല് തന്നു, 1/2 കാലാ എന്റെ റബ്ബ് എടുത്തത്, ബാക്കി ഇവിടെ ഉണ്ടല്ലോ, 2 കൈ ഉണ്ടല്ലോ, ഇതൊന്നുമില്ലാത്തവരുണ്ടല്ലോ, അൽഹംദുലില്ലാ. ഇതാണ് അൽഹംദുലില്ലാ. ഇതാണ് ശരിക്കും ഈ വിഷയത്തിന്റെ മർമ്മം. ഇതാണ് ഇത് ഉൾക്കൊള്ളാൻ, ഇത് സംഘടിപ്പിക്കുന്ന ആൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ എങ്കിലും വെറും ഒരു പായ്വേലയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. വിസ്താന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പോയിന്റ് ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ ചോദിച്ചു, പിന്നെന്താ മകൻ മരിച്ചതിന്റെ പേരിൽ അൽഹംദുലില്ലാ? അതിന്റെ കാരണം ഒന്നുമില്ല, എനിക്ക് അല്ലാഹു 6 മക്കളെ തന്നു, 6 മക്കളെ റബ്ബിനെടുത്തൂടെ? എന്റെ 6 മക്കളെയും എന്റെ റബ്ബിനെടുത്തുകൂടെ? എന്നിട്ടും എന്റെ റബ്ബ് 1 മകനെ എടുത്തു, ബാക്കി 5 എനിക്ക് അവശേഷിപ്പിച്ചില്ലേ? അൽഹംദുലില്ലാ. ഈ ചിന്തയാണ് ശരിക്കും എന്താ പറയുക, സമ്പത്തിന്റെ അഭിവൃദ്ധിയിലോ ഭൗതിക ലോകത്തിന്റെ ഐശ്വര്യങ്ങളിലൊന്നല്ല. മനസ്സിന്റെ സമാധാനത്തിലാണ്. അറിയുക, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ മനസ്സ് ശാന്താവും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു പോയിന്റാണ്. ഇപ്പൊ CM മടവൂർ എന്ന് പറയുന്നത് എന്റെ നാടിനടുത്താണ്. സിമ്പിളായിട്ട് പറയണം, ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ, അല്ലെങ്കിൽ നാളെ ഇതൊരു ക്ലിപ്പായി വരുമ്പോൾ കേൾക്കാൻ. 1991 അദ്ദേഹം മരിക്കുന്നത്. എൻ്റെ ഉമ്മാന്റെ തറവാട് അവിടെയാണ്, മടവൂരിനടുത്ത്. ചെറിയ കുടുംബ ബന്ധമുണ്ട്. ഞാൻ മുമ്പ് മനസ്സിലാക്കി വെച്ച പ്രകാരം സഹോദരങ്ങളെ, CM മടവൂരി മരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി സിമ്പിളാണ്. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ്, ഈ ഹൃദയമിടിപ്പ് ഇങ്ങനെ 1 മിനിറ്റിൽ 72 അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് 62 ആകുന്നു, 52ലേക്ക് വരുന്നു, 42 മാറുന്നു, അത് 32 വരുന്നു, 22 12 2 അത് 2 നിന്ന് 10ലേക്ക്, 10 നിന്ന് 20ലേക്ക് ആ മിടിപ്പിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഹൃദയത്തെ അതിന്റെ കൃത്യമായ മിടിപ്പോടുകൂടി നിർത്താൻ CM മടവൂരിന് സാധിച്ചിരുന്നുവെങ്കിൽ, പോയിന്റ് ആട്ടോ, ഒരു കൈപ്പിടി വലിപ്പത്തിലുള്ള ഹൃദയം, ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിലച്ചു പോകുന്നത്, അവസാനിക്കുന്നത് തടുക്കാനോ അതിന് ഉയർത്തിക്കൊണ്ടുവരാനോ
അതിനെ പൂർണ്ണ ഹൃദയ പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനോ സാധ്യമാകാത്തത് കൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാരെ അദ്ദേഹം മരണത്തിന് വിധേയമാകുന്നത്? അല്ലേ? ഒരു കൈപ്പിടി വലിപ്പത്തിലുള്ള ഹൃദയത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ മരിച്ച ഒരാള്, അതെന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം ഖബറിലെത്തിയാൽ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയും വലുപ്പവുമുള്ള സൂര്യനെ നിയന്ത്രിക്കുന്നു എന്ന് പറയണമെങ്കിൽ മനുഷ്യന്റെ തലച്ചോറിൽ എത്ര തകരാറ് സംഭവിച്ചിട്ടുണ്ടാവണം? വലിയ തലയെക്കെട്ടുണ്ടാവും, വെള്ളക്കെട്ടായിരിക്കും, ലോകം അറിയപ്പെട്ട പണ്ഡിതനായിരിക്കും, കമറുന്നോ സംശുന്നോ ഒക്കെ ഉണ്ടാവും. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, ഏത് നമ്മൾ കോമൺ സെൻസ്, നമുക്ക് അല്ല തന്ന ചിന്തയുടെ ഏറ്റവും മാക്സിമം ഉപയോഗിച്ചാൽ പോലും എന്തേ വരുള്ളൂ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, അദ്ദേഹത്തിന്റെ കാതിന് ചൊറി പിടിച്ചിരുന്നു, ചീഞ്ഞൊലിഞ്ഞിരുന്നു, സി മടവൂരിന്റെ കാലിലേക്കുള്ള സർവീസ് നിന്നിരുന്നു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞാൻ ചോദിക്കുന്നത് കണ്ണിന്റെ കാഴ്ച, ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ കണ്ണിന്റെ കാഴ്ച പോണെന്നാണോ? എന്റെ കണ്ണിന്റെ കാഴ്ച ഒരു കണ്ണട പോലും വെക്കരുത് എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്? കാരണം എന്തൊരു ബുദ്ധിമുട്ടാണ്. കണ്ണട പോണം, നമ്മുടെ കണ്ണിന്റെ കാഴ്ചയുടെ ലെവൽ പരിശോധിക്കണം, എന്നിട്ട് കുറെ മണിക്കൂറുകൾ കാത്തു നിൽക്കണം, എന്നിട്ട് കണ്ണട ഒക്കെ വലിയ പാടല്ലേ? നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കോ കണ്ണിന്റെ കാഴ്ച പോകാൻ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും കാതിൽ പഴുപ്പ് ബാധിക്കുകയും കാലിലേക്കുള്ള സർവീസ് നിന്ന് പോവുകയും രോഗം കൊണ്ട് പൊറുതിമുട്ടുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു സി മടവൂർ. ആ മനുഷ്യൻ മരണത്തിന് ശേഷം ഈ മഹാപ്രപഞ്ചം നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് വിശ്വസിക്കാൻ ആളെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ, എവിടെയാണ് ലോകം പുരോഗമിച്ചിട്ടുള്ളത്, ബുദ്ധിപരമായി വളർന്നിട്ടുള്ളത് എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉറങ്ങാത്ത നിമിഷമുണ്ടെങ്കിൽ സമസ്തക്കാരെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ്. ഇസ്ലാമായിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ അംഗമായിട്ടും ഖുർആനിൻ്റെ അനുയായികളായിട്ടും എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? നോക്കൂ, നമ്മൾ പ്രവാചക തിരുമേനി എടുക്കുക. ഇപ്പൊ ഇറാ ഗുഹയിൽ പോയ ഒരുപാട് ആളുണ്ടാവും, സൗറു ഗുഹയിൽ എനിക്ക് പോകാൻ അവസരം ഉണ്ടായി. ഞാൻ പോയി, അതിനായിട്ട് നിയത്ത് വെച്ച് പോയി. ഒരുപാട് ദൂരം നടന്നു കയറണം, ഷുഗറൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റ ക്ഷീണം വന്നു. ഞാൻ അന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പടച്ചോൻ ഇതിലൊരു പുണ്യമില്ല, ഒരു ത്രില്ലിന് കാണാൻ കയറിയതാ, എന്താണത് എന്നറിയാൻ ഒരു ത്രില്ല് വെച്ച് കയറിയതാണ്. പടച്ചോനെ, അല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു സുന്നത്തൊന്നുമില്ല, അതുകൊണ്ട് എന്നെ അപായപ്പെടുത്തരുത് റബ്ബേ, തിരിച്ച് താഴെത്തി ചേർന്നേന്ന്. അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി ദൗർവേലെത്തി നോക്കുമ്പോൾ ഒരു ഗുഹ, അതിന് അപ്പുറവും ഓപ്പൺ ആണ്, ഇപ്പുറവും ഓപ്പൺ ആണ്, രണ്ടാക്ക് നിൽക്കത്തക്ക രൂപത്തിൽ അള്ളാഹ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് കൃത്യമായിട്ട് അതാണ് ഈ ഭൂമിയിൽ എന്തുണ്ടോ അതൊക്കെ അള്ളാഹ് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചാണ്. ആ കാര്യമാണ് അവിടെ നടക്കുന്നത്. ഞാൻ അതിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ആലോചിച്ചത് എന്താ അറിയോ? നിങ്ങൾ ഇങ്ങോട്ട് ഈ സ്റ്റേജിലേക്ക് നോക്കിക്കേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മുടെ ശ്വാസമൊക്കെയല്ലോ, ഈ ശ്വാസത്തിന്റെ ആ കാറ്റ് ശത്രുവിന്റെ കാലിന്റെ രോമത്ത് ചെന്ന് തട്ടും എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത് നബിയും അബൂബക്കർ സിദ്ദീഖ്, വിശ്വാസം എന്ത് എന്ന് പറയാൻ ഞാൻ അത്രയും അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിന് ഞെട്ടലുണ്ടായത്. കാരണം എന്താ? ദാ ഇത്ര അടുത്ത് മിന്നറിയുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, മങ്കടലിൽ കഴിഞ്ഞ ദിവസം അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യാം, നമ്മുടെ മനസ്സിൽ ദുആ ചെയ്യാം. ഇതിനൊക്കെ പെട്ടെന്ന് ഷോക്ക് അടിക്കും. എനിക്ക് അങ്ങനെ ഷോക്ക് അടിക്കാറുണ്ട് അടുത്ത്. ഞാൻ പറയുന്നത്, അള്ളാഹു പിന്നെ ഈ സൈദുല്ലാഹിനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സൈദുല്ലാഹിന് വലിയൊരു പുഴയുടെ അടുത്ത് വന്നു, മദായിലെ ദീന് പ്രബോധനം ചെയ്യാൻ പോവാണ് സൈദുല്ലാഹിന്. അപ്പോ ആളുകൾക്ക് നീന്തറിയില്ല, കടവ് കടക്കാൻ മാർഗമില്ല, കടത്തു വഞ്ചിക്കാരനില്ല, അങ്ങോട്ട് തൂക്ക് പാലമില്ല, ഒന്നുമില്ല. സൈദുല്ലാഹിന്റെ ഒരു ചോദ്യമുണ്ട്, നമ്മൾ ആരുടെ ദീന് പ്രബോധനം ചെയ്യാനാണ് വന്നത്? അവരൊക്കെ പറഞ്ഞു അള്ളാന്റെ ദീൻ. ഈ പുഴ ആരുടേതാണ്? അടിയൊഴുക്കുള്ള ഈ പുഴ ആരുടേതാണ്? അത് റഹ്മാനായ റബ്ബിൻ്റെതാണ്. റഹ്മാനായ റബ്ബിന്റെ പുഴ, റഹ്മാനായ റബ്ബിന്റെ ദേവത്തിന് തടസ്സമാകുമോ? അതുകൊണ്ട് ഞാൻ ബിസ്മി ചൊല്ലി ഇറങ്ങുന്നു, നിങ്ങൾ എന്റെ പിറകിൽ ഇറങ്ങി. യൂറോപ്യൻ അത് അത്ഭുതകരമായിട്ടാണ് എഴുതി വെച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഈ ചെറിയ കുഞ്ഞു പ്രതിസന്ധി വരുമ്പോഴേക്ക് എന്നാ അതൊന്നും വേണ്ടെന്ന് തന്നെ കിട്ടിയ ചാൻസ് ഒരു വീട്ടിലേക്ക് മടങ്ങുകയല്ല. ഞാനൊരു സ്ഥലത്ത് ചെന്നു, പട്ടാമ്പിക്കടുത്ത്, കൊപ്പത്തിനടുത്ത് നല്ല അപാര മഴയായിരുന്നു. അത് ആ മഴയത്ത് ഞാൻ നിന്ന് 7 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ. കാരണം അത്രയും ഒരു മാസക്കാലം ജനങ്ങൾ പ്രചരണം നടത്തി, അവർ കാത്തുനിന്ന്. മഴയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, മിന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ദുആ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം. ഇനി ഇതൊന്നും ആരും കേട്ടില്ല എങ്കിലും കാലു മഅദറത്തിൻ ഇലാ റബ്ബിക്കും, നമുക്ക് റബ്ബിനോട് ഉദർ പറയാൻ, നാദാ ഞങ്ങൾ എത്തിച്ചിരുന്നു എന്ന് പറയാൻ. അവിടെയാണ് ഞാൻ പറയുന്നത്. ഇനി കേട്ടോ, സൗറുഗുഹയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഹൃദയം ഇങ്ങനെ പും പും എന്ന് മിടിക്കുക. കാരണം അവര് കണ്ടാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അപകടം പറ്റുന്നുള്ളതല്ല, ലോക ഗുരു,
കാരുണ്യത്തിന്റെ തിരുദൂതർ, വിശ്വത്തിന്റെ അധ്യാപകൻ, മാനവികയുടെ കാവലാൾ പ്രവാചക തിരുമേനി കൊല്ലപ്പെടുമോ? അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചിന്ത. ശരിക്കും നിങ്ങൾ ആലോചിച്ച്, രണ്ടാളും സ്വർഗാവകാശികൾ, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ നയിക്കപ്പെടുമെന്ന് ഇസ്ലാം കൊണ്ട് സ്ഥിരപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, എന്നിട്ടും പടച്ചവനിലോടുള്ള വിശ്വാസത്തിൽ ചെറിയൊരു കുറവ്, വേരിയേഷൻ. എന്താ ചോദിക്കുക, നബിയേ അവരെങ്ങാനും കണ്ടാലോ? നിങ്ങൾ ചിന്തിക്കുക, അബൂബക്കർ സിദ്ദീഖിന്റെ ഹൃദയവും, ഞാൻ പറയുന്ന പോയിന്റ് കുറച്ചേ ഞാൻ സംസാരിച്ചു, പക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഹൃദയത്തിന് മിടിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നോർമലാണ്. എന്താ കാരണം? അത്രയും അചഞ്ചലമായി റബ്ബിടപെടുകയല്ലാതെ കുല്ലം യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അത് ഓതിക്കൊടുത്ത ആളാ റസൂൽ. റസൂലിന് എന്തായാലും അല്ല മൂന്നാമനായുണ്ട്. ഇബ്നു അബ്ബാസിനോടും മുആദിനോടും റസൂൽ പറഞ്ഞതല്ലേ. ഷമീർ മദനി ഒരു പക്ഷേ ആ ചരിത്രം അദ്ദേഹം പറഞ്ഞു കാണും. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്ക്. അബൂബക്കറെ, താങ്കൾ എന്ത് മനസ്സിലാക്കി? അബൂബക്കറെ, അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ അബൂബക്കർ പറയുന്ന പോലെ CM മടവൂരിന്റെ കൂടെ ഉണ്ട്, ഏത് കാലത്ത് തന്നെ കാവലാണ് എന്നൊന്നും പറയുന്ന ശിർക്കൻ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ല. പ്രവാചകൻ പറയുന്നത് മൂന്നാമതായി അല്ലാഹു നമ്മളെ കൂടെ ഉണ്ട് എന്നാണ്. ഇതാണ് ശരിക്കും മുത്തുമന്നത്തായ ഒരു മനസ്സിന്റെ. നമ്മൾ എവിടെയാണെങ്കിലും, ഞാനും നിങ്ങൾ ഈ ഇരിക്കുക, നമ്മൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്ക് തോൽപ്പിക്കാൻ കഴിയും? ആർക്ക് നശിപ്പിക്കാൻ കഴിയും? നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, ഇന്ന് ഞാനിവിടെ അവസാനിക്കും, അല്ലെങ്കിൽ ഞങ്ങളിവിടെ അവസാനിക്കും, ഞങ്ങളുടെ നാട് കടത്തും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം അറിയണം, ചെറിയ കാര്യമൊന്നുമില്ല. മഴ ഇനിയും പെയ്ത് ഞാൻ അതിന്റെ ഏറ്റവും പീക്കിൽ, അതിന്റെ ഏറ്റവും മൗലികമായ ഒരു പോയിന്റ് പറയാണ്. നിങ്ങൾ ചെങ്കടൽ മനസ്സ് കൊണ്ടിരിക്കും, ചെങ്കടലിന് മനസ്സ് കൊണ്ടുവരൂ. മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളെയും നിങ്ങൾ മനസ്സ് കൊണ്ടുവരൂ. ഫിറൗൻ, അധുനാധുന സംവിധാനമുള്ള ഫിറൗൻ. എന്താ അങ്ങനെ പറയാൻ? ഫിറൗൻ ജീവിച്ച കാലത്താണല്ലോ ഏറ്റവും വലിയ ആധുനികം. അന്ന് ഫിറൗൻ ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ. ഫിറൗൻ ഏറ്റവും ആധുനികനാണ്. ഈ ഏറ്റവും ആധുനികന്റെ കയ്യിൽ എല്ലാ ടെക്നോളജിയും ഉണ്ട്. അന്നത്തെ മൂസാ നബി ആ കാലക്കാരനാണല്ലോ. മൂസാ നബിനെ നശിപ്പിക്കാൻ എല്ലാ ടെക്നോളജിയും ഉണ്ട്. മൂസാ നബിയെയും അനുയായികളുടെയും പിറകിൽ. ഇത് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, ഇത് നമ്മൾ വെറുതെ അവതരിപ്പിക്കേണ്ട വിഷയമേ അല്ല. ശരിക്കും ചിന്തിക്കണം. പ്രതിസന്ധിയുടെ മുമ്പിൽ പതറിപ്പോകാതെ അങ്ങനെ പറയേണ്ടവരാണ് നമ്മൾ. ഞാൻ വിചാരിക്കും, അവിടെ അല്ലല്ലാത്ത ഞങ്ങളുടെ കൂടെ വേറെന്തെങ്കിലും ഒരു നബി ഉണ്ട്, വലിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറയുന്ന ഒരു വാക്ക് നബിമാരുടെ വായിന്ന് പുറത്തു വന്നോ? എന്തുകൊണ്ടില്ല എന്ന് ഉസ്താദ്മാര് ചിന്തിക്കണ്ടേ? സമസ്തയിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വളരെ സൈലന്റായി ചോദിക്കാൻ, നിങ്ങൾക്ക് എങ്ങനെ അല്ലല്ലാത്ത വേറൊരാളെ? അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. എന്തായാലും പറയുന്നത്, അള്ളാനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോയവർ. അത് ശരിക്കും ആരാ? ഖുർആന്റെ വചന, ഖുർആനിലെ 39-ാം അധ്യായം 3-ാമത്തെ വചന. അള്ളാനെ വിട്ടിട്ട് ഔലിയാക്കളെ കൂടെ പോയി. നൗഷാദ് ഹസനി, പകര ഹസനി, കാന്തപുരം അബ്ദുൽ സമദ്, ഇവരൊക്കെ എന്താ? ഇവരൊക്കെ ഔലിയാക്കളെ പിന്നാലെ. ഒരു സ്റ്റേജിലേക്ക് വരുന്നതിന് എന്തിനാ? സമസ്തയുടെ ഒരു പരിപാടി ഒരു നാട്ടിൽ വെച്ച് എന്തിനാ? അല്ലല്ലാത്ത ആളുകളുടെ മഹത്വം പറയും. അള്ളാന്റെ മഹത്വം പറഞ്ഞ് പ്രസംഗിക്കുന്ന 1 മിനിറ്റ് പ്രസംഗം സമസ്തയിൽ ഒരാൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഗതികേട് എന്താ ലോകത്തുള്ളത്? പ്രവാചകന്മാർ മുഴുവനെ അള്ളാനെ പറ്റിയേ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ നമ്മളിൽ തന്നെ ഈമാനിന്റെ തോത് അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടിയും കുറയും. ചില ആളുകളെ പറ്റി നമ്മൾ പറയും, എന്ത് അമ്മ ഉമ്മായി പറഞ്ഞാൽ അയാൾ കുലുങ്ങൂലട്ടോ, അല്ലാത്തൊരു മനുഷ്യനാണ് അയാളെ എന്ന്. എന്തുകൊണ്ടാ? ഒരേ അഖീദ ഉൾക്കൊണ്ട നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കുന്നിടത്തുള്ള നമ്മുടെ മനസ്സിന്റെ വ്യത്യാസമല്ലേ? അതിന് ഞാൻ പറയാം, ഇപ്പൊ ചെങ്കടലിന്റെ ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിൽ ശരിക്കും, നമ്മുടെ ജീവിതത്തോട് വേറെ ആരും നന്നായാലും നന്നായില്ലെങ്കിലും രണ്ടാമതാണ് പോലും നന്നാകാം. ഒന്നാമത് നമ്മൾ ഈ പരിപാടിയൊക്കെ നമുക്ക് വേണ്ടിയാണ്. ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സൂറത്ത് അറാഫിലാണ് ഇത് പറയുന്നത്, 164-164 വചനം. നമുക്ക് നമ്മളെ കുറിച്ചൊരു ഉത്തമ ബോധ്യം ഉണ്ടാവണം. അതിന്റെ ഭാഗമായ പറയുന്നത്, നിങ്ങൾ നോക്കൂ, 1 മിനിറ്റ് മുമ്പ്, ഈ 1 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും എടുക്കണം കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ 1 മിനിറ്റ് മുമ്പ് എന്തായിരിക്കും ചിന്തിച്ചേ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്നെങ്കിൽ ചെങ്കടലിൽ മുങ്ങി മരിക്കും, അല്ലെങ്കിലോ
ഫിറൗനും കൂട്ടരും ഒലക്കൊല്ലും. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഇവിടെ തുടരുന്നു എന്നാണോ, ഞങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്നാണോ അവർ ചിന്തിച്ചേ? ഞങ്ങളുടെ ജീവിതം 1 മിനിറ്റ് കൊണ്ട് ഇവിടെ അവസാനിക്കുന്നതാണ് ചിന്തിച്ചത്. സംഭവിച്ചതോ? ഇനി ഫിറൗനും കൂട്ടരും എന്താ ചിന്തിച്ചേ? മൂസ ഇനി നമ്മളെ ചോദ്യം ചെയ്യാനില്ല, മൂസന്റെ അനുയായികൾ ഇത് അവിടെ തകരുന്നു, പിന്നെയോ അറമാദിച്ച് നമുക്ക് ഭരണത്ത് തുടരാം, അറമാദിച്ച് നമുക്ക് ഭരണത്ത് തുടരാം. അല്ല, അങ്ങനല്ലേ വിചാരിച്ചേ? പക്ഷെ ലോകം എന്തേ ആയി തീർന്നത്? 1 മിനിറ്റ് മുമ്പ് ലോകം ഞങ്ങളുടെ ജീവിതം അവസാനിക്കും. അതുകൊണ്ടാണല്ലോ പിടിക്കപ്പെട്ടത് തന്നെ മൂസ. അപ്പോ സഹാബത്തിന്റെ, മൂസാ നബിയുടെ സഹാബത്തിന്റെ മനസ്സിൽ ഈ സമയത്ത് റബ്ബ് ഇടപെടുമെന്ന് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ മൂസാ നബിയുടെ അവസ്ഥയോ? ഖാല ഇന്ന മഗിയ റബ്ബി സയഹ്ദീൻ, ഖാല ഇന്ന മഗിയ റബ്ബി. ചോദ്യമുള്ളൂ, ആ റബ്ബി എന്നുള്ളിടത്ത് ഒരു വലിയന്റെ പേര് എന്തേ മൂസാ നബി പറയാതിരുന്നത്? ഈ ചോദ്യത്തിനൊരു ഉത്തരം എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഖാല ഇന്ന മഗിയ റബ്ബി, അവിടെ എന്തോ ഒരു ജിബ്രീൽ ഇല്ലാത്ത? ഖാല ഇന്ന മഗിയ റബ്ബി, അവിടെ എന്തോ ഒരു ജിന്നില്ലാത്ത? അവിടെ എങ്ങനെയാണ് കബറാളി ഇല്ലാത്തത്? മരിച്ചുപോയവർ ഇടപെടും എന്നെന്താ പറയാത്തത്? ഈ ചെങ്കടലിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, ഫിറൗനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ മരിച്ചുപോയൊരു വലിയ ഈ സദസ്സിൽ വരും എന്നെന്താ അവരാരും വിശ്വസിക്കാത്തത്? എത്രത്തോളം മൂസാ നബിയുടെ കയ്യിലെ വടി പിടിച്ചുകൊണ്ട് മൂസാ നബി പറയണ്ടേ, ഒരു പ്രശ്നമില്ല, ഈ വടിന്റെ കയ്യിലുണ്ട്, അതുപോലും പറയുന്നില്ല. എങ്കിൽ ഇതാണ് ദീനെങ്കിൽ ഈ ദീനിൽ നമ്മളുണ്ടോ? ഈ നിർഭയത്വം നമുക്കുണ്ടോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്ന കാലമാത്. ഇബ്രാഹിം നബീനെ തീക്കുണ്ടാരത്തിൽ നാബൽസിൽ തീയിലെറിഞ്ഞപ്പോ അസ്ബി അല്ലാ, എനിക്ക് അല്ല മതി, ചോദ്യം എത്രയേ ഉള്ളൂ, എനിക്ക് അല്ല മതി എന്ന് പറയുകയും എനിക്കൊരു ദർഗയിലെ വലിയ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്ത മഹാനായ ഇബ്രാഹിം നബി ലാലിമാണോ ആലിമാണോ? ലാലിമാണോ ആലിമാണോ? അല്ല അംഗീകരിച്ച ആളാണോ അല്ല നിഷേധിച്ച ആളാണോ? അള്ളാനെ മാത്രം തൃപ്തിപ്പെട്ടു എന്നത് ഒരു നബിയുടെ പോരായ്മയാണോ? മുജാഹിദുകൾക്കുള്ള പോരായ്മ എന്താ? ഔലിയാക്കൾ അംഗീകരിക്കൂല, അങ്ങനല്ലേ പറയുന്നത്? അവിടുത്തെ നമ്മുടെ ചോദ്യം, ഔലിയായിനെ ഇങ്ങനെ അംഗീകരിച്ച ഒറ്റ നബിയില്ല, അള്ളാനെ മാത്രം അംഗീകരിച്ചവരവര്. എന്നാൽ അള്ളാനോട് ചോദിക്കുന്നത്, മരിച്ച വലിയകളോട് ചോദിക്കുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല. ഇല്ലെന്ന് മാത്രമല്ല, ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കും, യൂസുഫ് നബിയുടെ ഉപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ അയ്യൂബ് അലൈഹിസ്സലാത്ത്, പല പ്രവാചകന്മാരുടെ ചരിത്രം. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് നബിക്ക് മരണാസന്നായപ്പോ, ഇത് അല്ലാഹ് പറയുന്നതാണ് ഖുർആനിലെ സൂറത്ത് ബഖറ 133. മക്കളോട് ചോദിക്കുകയാണ്, എന്റെ കാലശേഷം മിംബാദി നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു നബിയുടെ മക്കളാണിത്. വേറൊരു നബി യൂസുഫ് നബി അവിടെ ഉണ്ട്. ഈ നബി ശരിക്കും മരിക്കും എന്താ പറയേണ്ടത്? ഖുർആൻ പറയുന്നത് എന്റെ കാലശങ്ങൾ ആരെ ആരാധിക്കും അദ്ദേഹം ചോദിച്ചു, അപ്പൊ അവർ അള്ളാനെ ആരാധിക്കൂ എന്ന് പറഞ്ഞു എന്നാണ്. ഇനി നമ്മൾ തിരിച്ചു ചിന്തിക്കാം, ഈ നബി ഒരു സമസ്തക്കാരനാണെന്ന് വിചാരിച്ചോ? ഈ നബിയും അനുയായികളും ഒരു സമസ്തക്കാരാണെന്ന് വിചാരിച്ചോ? അപ്പൊ ബാപ്പ എന്തായിരിക്കും പറയുക? കുട്ടികളെ, ഞാൻ നബിയാണ്, ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇനി ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് കാര്യകാരണ, അതായത് ഇങ്ങനെ പറയാം, ഇലാഹാണ് എന്ന് എന്നെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ മതി. ഇലാഹല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാനോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്റെ ഖബറിൽ ചോദിക്കാം, ഞാൻ കേൾക്കും, കാണും, ഉത്തരം ചെയ്യും. പക്ഷെ നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നതോടുകൂടി നിങ്ങൾ ഇസ്ലാമിന് പുറത്തു പോകും. ആ വിശ്വാസം നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അത് തൗഹീദിന്റെ ഭാഗമാണ് എന്ന് ഉസ്താദുമാര് പ്രസംഗിക്കുന്ന പോലെ ഒരു നബിയും ലോക ചരിത്രത്തിൽ പ്രസംഗിക്കാത്തത് എന്തുകൊണ്ട്? ഇന്ന് തീയതി വരെ എൻ്റെ ഈ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു എന്നല്ലാതെ ഇതിനൊരു ഉത്തരം ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി. എന്താ ചോദിച്ചത്? ഏതെങ്കിലും ഉസ്താദുമാരുടെ പ്രസംഗം എന്താണ്? മരണപ്പെട്ടവർ കേൾക്കും, കാണും, ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. അങ്ങനെ പ്രസംഗിച്ച ഒരു പ്രവാചകന്റെ പേര് പറ. അങ്ങനെ പ്രസംഗിച്ചിട്ട് ആ കണ്ടന്റ് ഖുർആനിലെ ഏത് അധ്യായത്തിലുള്ളത്? നമ്മളിന്ന് വെള്ളിയാഴ്ചയാണ്. അസ്ഹാബുൽ കൗഫ് സൂറത്ത് കൗഫ് ഓതിയവരാണ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ
അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത്താ. അല്ലാഹ് പറയണെന്നറിയോ, ഓരത് പറഞ്ഞപ്പോ ഏത് അല്ലല്ലാത്ത ഒരാളെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കില്ല, അങ്ങനെ ചെയ്താൽ അത് അന്യായമാണ് എന്നവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ, അപ്പൊ അസ്ഹാബുൽ കഹ്ഫ് എഴുന്നേറ്റ് നിന്ന് എന്താ പറഞ്ഞേ? ഞങ്ങൾ ഔലിയാക്കളോട് ദുആ ചെയ്യൂലാന്ന്. ഞങ്ങൾ അല്ലല്ലാത്ത ഒരാളോട് ദുആ ചെയ്താൽ അത് അന്യായ, ആ അന്യായം ഞങ്ങൾ ചെയ്യില്ലാന്ന്, ആ തിന്മ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തി. അവർ ഈമാനുള്ളവരായിരുന്നു. അപ്പൊ ഈമാൻ എന്താ? ഈമാൻ അള്ളാഹിനോട് മാത്രം തേടുന്നതിന്റെ പേരാണ് ഈമാൻ. ഇത് ഖുർആനിൽ ഉണ്ടായിട്ടും ഈ ഏരിയ ഇവിടുത്തെ സമസ്തക്കാർ വായിക്കണില്ലേ? എന്ത് നിങ്ങൾക്ക് വെളിച്ചല്ലാത്തത്? നിങ്ങൾ ഉസ്താദുമാരുടെ വാക്കിന് ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത് എന്തുകൊണ്ട്? ശരിക്കും വൈദാഖീലലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വ ഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ. അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുമെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ പള്ളുരുത്തിക്കാർ പറയും ഞങ്ങളുടെ ബാപ്പയും ഉമ്മയൊക്കെ എങ്ങനെയാ ജീവിച്ചത്, ഞങ്ങൾക്ക് മതി. വല്ലാത്തൊരു ഖുർആന്റെ വചന. എന്നാൽ അല്ലാഹ് ചോദിക്കണം, അവലൂക്കാന ആബാഹും അല്ല മൊഹീദ്ദീനെ, അന്റെ ഒപ്പം വിവരം കെട്ടവനും ഹിദായത്ത് കിട്ടാത്തവനാണെങ്കിൽ ആ വിവരക്കേട് മതി എന്നാണോ നീ പറയുന്നത്? ശരിക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കുക എന്നുള്ളതാണ് മുജാഹിദുകളെ ചെയ്യുന്ന ഏറ്റവും വലിയ പണി. അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടില് നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ വേഷവിധാനത്തെ കുറിച്ചാലും ഇത്ര മോശമായ വേഷം ധരിക്കുന്ന ഒരു ജനപദം യുക്തിവാദികൾക്കിടയിലില്ല, നിരീശ്വരവാദികൾക്കിടയിലില്ല, ക്രിസ്ത്യാനികൾക്കിടയിലില്ല, ഹൈന്ദവർക്കിടയിലില്ല, മുസ്ലിങ്ങൾക്കിടയിലുള്ള പോലെ. എന്തുകൊണ്ടാ? ഇസ്ലാം ഫലപ്രദമായി പ്രബോധനം ചെയ്യുന്ന ഒന്നും ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കില്ല. ദീന് പഠിപ്പിക്കേണ്ട വെള്ളിയാഴ്ചയിലെ ഖുതുബ പോലും ജനങ്ങളെ, സ്ത്രീകളെ ഒന്നത് കേൾക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ മക്കള്, എനിക്ക് തോന്നുന്നത് ഒരു 1.5 കിലോ ചുണ്ട് പൂശുന്ന ചോപ്പൊക്കെ ആയിരിക്കും ഒരു കുട്ടി ഒരു ദിവസം പൂശിയിട്ടുണ്ടാകുക. നിങ്ങളുടെ മകളെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പുട്ടി ഇടുന്നതിന് മുമ്പ് ഒന്ന് തൂക്കുക. അപ്പൊ 32 കിലോ, പുട്ടിട്ട് പോകുമ്പോൾ തൂക്കം 38 കിലോ ഉണ്ടാവും. ഞാൻ വെറുതെ പറയെല്ലാം വെച്ചോ, തൂക്കം കൂടിയിട്ടില്ല. വേറൊരു ജനതയും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇത്ര വൃത്തികെട്ട ഒരു ജീൻസ് ഒക്കെ ഇട്ട 300 കീറൽ ഉണ്ടാവും. മോളെ അതിനേക്കാൾ എത്രയോ നല്ലത് ഉടുക്കണ്ട. ഒരു ഈ ഉടുത്തിട്ടുണ്ടോ ഉടുത്തിട്ടില്ലേ രണ്ടിന്റെ ഇടയിൽ ടീഷർട്ട് ഇട്ട് എത്ര കോപ്രായം കാണിക്കും നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ എന്നറിയും. എന്താ കാരണം? അവരെ നയിക്കുന്ന സമൂഹത്തിന്റെ പണ്ഡിതന്മാർ പാവപ്പെട്ടവരെ വഞ്ചിച്ചും ചതിച്ചും അന്യായമായവരുടെ ധനം ഭുജിച്ചും ജീവിക്കുന്നതിനിടയിൽ മനുഷ്യരെ നന്നാക്കാൻ മറന്നുപോയി. ഇതാട്ടോ കാതലായ വിഷയം. ശ്രദ്ധിച്ചോ, വെള്ളിയാഴ്ച ഒരു ഖുതുബയിലൂടെ ഈ ജനത യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, അത് കിട്ടേണ്ട ഒരു ജനതക്ക് അത് കിട്ടാതെ പോകും. അതിന്റെ മഹാദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പ്രദേശത്തൊക്കെ നോക്കിക്കോ, പ്രത്യേകിച്ച് എറണാകുളം, കൊച്ചി എന്നൊക്കെ പറയുന്ന, മട്ടാഞ്ചേരി എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങൾ മയക്കുമരുന്നിന്, ലഹരി പദാർത്ഥങ്ങൾക്ക് അതിശക്തമായ വിധേയമാണ്. നമ്മുടെ മക്കളുടെ ഒക്കെ ഒരവസ്ഥ, നീണ്ട മുടിയും ടൈറ്റ് ജീൻസും ടീഷർട്ടും ഒരു 2 വീലറും ഒരു തൊപ്പിയും, അതിനിടയിൽ കഞ്ചാവും മയക്കുമരുന്നുമായുള്ള ഒരു ജീവിതത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചത്തൊടുങ്ങിപ്പോകുന്ന ഈ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കണ്ണുനീര് വാർത്ത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പോറ്റിയ നമ്മുടെ മക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സ്കൂളുകളിലും കോളേജുകളിൽ പോലും അരാജകത്വങ്ങൾ അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെ അവസ്ഥ, നമ്മൾ നിസ്കരിക്കുന്നവരാണോ, നോമ്പ് നിൽക്കുന്നവരാണോ, സക്കാത്ത് കൊടുക്കുന്നവരാണോ, ദാനധർമ്മം ചെയ്യുന്നവരാണോ, നന്മ ചെയ്യുന്നവരാണോ? നമ്മളെ കണ്ടിട്ടാണോ മക്കൾ വളരുന്നത്? നമ്മൾ 24 മണിക്കൂറും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിൽ, നമ്മൾ പലതും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെ നന്നാകും? മരണത്തെ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ആരോരും കൂട്ടിനില്ലാത്ത ഒരു മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വലക്കത് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. 19-ാം അധ്യായം 71-ാമത്തെ വചനം. ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി ഈ മനുഷ്യകുലം പടച്ചോന്റെ മുമ്പിൽ വരും.
നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നല്ല കച്ചവടം ഉണ്ടോ നമുക്ക്? നമ്മുടെ കുട്ടികളുടെ ഒക്കെ ഒരവസ്ഥ നിങ്ങൾ നോക്കൂ. രചനാപരമായി രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ മൊബൈലിൽ, രാത്രി ഒരു 12 മണി മുതൽ 2 മണി 3 മണി വരെ ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡിൽ 3 മണിക്ക് ശേഷം കിടക്കുകയാണ്. ഉച്ചക്ക് 12 മണിക്കാണ് നമ്മുടെ മക്കളെ എഴുന്നേൽക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾ പോലും ഇന്ന് അങ്ങനെയാണ്. നിങ്ങൾ മക്കളെ ഭക്ഷണത്തിന് വിളിച്ചു നോക്ക്. ആ മൊബൈലിൽ തൂങ്ങിയിട്ട് മൂത്രം പിടിച്ചു വെക്കുന്ന പെൺകുട്ടികൾ എത്ര ഉണ്ടെന്ന് അറിയാം? ഈ മൊബൈലിൽ തോണ്ടിയിട്ട് ആ ഒഴിക്കാൻ പോകുന്ന 1 മിനിറ്റ് ഒരു കോമഡി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ജീവൻ ത്യജിക്കുന്ന മക്കൾ, അതൊന്ന് പിടിച്ചു വാങ്ങി വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. 16-36 വചന. നിന്റെ കണ്ണെന്ത് കണ്ടു, നിന്റെ കാതെന്ത് കേട്ടു, നിന്റെ ഹൃദയം എന്ത് ചിന്തിച്ചു, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്നെ കുറിച്ച് ചോദ്യമുണ്ട്. അതെ, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വീഴുന്നതാണ്. എങ്ങനെ? അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ വൈലതാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. ഇന്നാലെന്നവനെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ, ഇന്നാലെന്ന ചങ്ങാതിയെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ, ഇന്നാലെന്ന പെണ്ണിനെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങനെയായി പോയത്. സൂറത്ത് ഫുർഖാനിന്റെ 27 മുതൽ 30 വരെ ഉള്ള വചനമാണ്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നാഥാ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അകന്ന കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്റെ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ല. ഇന്ന് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താ അറിയോ? നിങ്ങൾ ഇന്ന് അറിയുന്ന ഏറ്റവും പ്രഗത്ഭരായ ഉസ്താദുമാർ, അവർക്കാണ് ഖുർആനുമായി തീരെ ബന്ധമില്ലാത്തവർ. നിങ്ങളൊരു 100 പണ്ഡിതനെ പറഞ്ഞു, നിങ്ങളെ സാധാരണക്കാരനേക്കാൾ ഖുർആനുമായി അയാൾക്ക് ബന്ധം കുറവായിരിക്കും. അയാൾ പണ്ഡിതനായിരിക്കും. ഞാൻ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ പറയുന്നവർക്കാണ് ഖുർആൻ അറിയാത്തത്. നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാർ നോക്കൂ, അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അക്ഫാലുഹാ. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. അവരെന്താ അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ?